ഇനിയൊരു ഹെയർ കെയറാണ്. ആക്ച്വലി ഈ ഹെയർ കെയറിൻ്റെ വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി അതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. അപ്പം ഞാൻ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ആൻഡ് ഈ ഒരു ഹെയർ കെയർ, ഈ ഒരു പാക്ക് ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അത് കണ്ടവരുണ്ടാവും. അപ്പോൾ ഞാൻ ആ സെയിം പാക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഒന്നും കൂടി ചെയ്യണത്. നല്ല പാക്കാണ്. മെയിനായിട്ട് എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്ക ആൾക്കാർക്കും ഒരു ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് നല്ലോണം ഹെയർ ലോസ് ഉണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കാം, മുടി കൊഴിഞ്ഞു പോകണതിൻ്റെ അത്ര അക്രമമാണ്. അപ്പം ഞാനിത് എപ്പോഴൊന്നും ചെയ്യാൻ ടൈം കിട്ടില്ല. ആഴ്ചയിൽ ചിലപ്പോൾ 2 പ്രാവശ്യം, പറ്റുകയാണെങ്കിൽ 3 പ്രാവശ്യം തുടക്കത്തിൽ. പിന്നെ മുടി കൊഴിച്ചിൽ കുറയുന്നതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഏത് ഹെയർ ടൈപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓയിലി ഹെയർ ആയിക്കോട്ടെ, ഡ്രൈ സ്കാൽപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡ്രൈ ഹെയർ ആയിക്കോട്ടെ, ഫ്രിസി ഹെയർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഡാൻഡ്രഫ് ഉള്ള തല ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഈ പാക്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചെറുപയറും ഉലുവയൊക്കെയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ മുടീനെ ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണേക്കാളും മുമ്പ് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പാക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവുക അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹെയറിനൊരു പ്രൊട്ടക്ഷനും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ റിസൾട്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന പാക്കിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊരു 2 സ്പൂൺ ഒഴിച്ചിട്ട് അത് ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. നിങ്ങളുടെ ഒരു ഹെൽത്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും വെക്കാം. ഏറ്റവും കുറവ് ഒരു 20 മിനിറ്റ് മസ്റ്റായിട്ട് വെക്കണം. ഞാനിത് എപ്പോഴോ യൂട്യൂബിൽ, ഇപ്പോഴും നല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. ആ വീഡിയോ ആരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അധികം നേരം സംസാരിക്കാനൊന്നും സമയമില്ല. എൻ്റെ മോൻ്റെ മൂഡ് എപ്പോഴാണ് മാറുക, എത്ര നേരം എനിക്ക് ഈ കസർത്ത് കാണിച്ച് നിൽക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. സോ നമുക്ക് വേഗം അപ്ലൈ ചെയ്യാം. ഞാൻ എന്തിനാണ് ഇതിങ്ങനെ അരിച്ചെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാനൊക്കെ കുറച്ച് പാടായിരിക്കും. കുറച്ച് സമയമെടുത്ത് കുറേ വെള്ളമൊക്കെ എടുത്ത് കഴുകി കളയേണ്ടി വരും. പക്ഷേ ഇതിങ്ങനെ നിങ്ങൾ ഒരു വെള്ള തുണിയിൽ ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പേസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഉണ്ണിയും കൂടി ഉള്ള കാരണം ചിലപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെയാണ് അവൻ കരയണേന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി കഴുകട്ട പോലെ 2-3 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ ചിലപ്പോൾ കുളിച്ചിറങ്ങുക. അപ്പോൾ തല കഴുകണ നേരത്തൊക്കെ കരയുകയാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളൂ. നല്ല തുടക്കത്തിൽ മുടി കൊഴിച്ചലിൻ്റെ നല്ല തുടക്ക സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ ചെയ്യാം. പിന്നെ അതേ സ്കാൽപ്പിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക. മസാജൊന്നും വേണ്ട, ജസ്റ്റ് തേച്ചാൽ മതി. ഇനി നമുക്ക് പാക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് 5 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറും 5 ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് വൺ വന്നിട്ട് കഞ്ഞിവെള്ളമാണ്. ഇപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുക. ആ കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ ചെറുപയറുമാണ്. ഇത് രണ്ടും എടുക്കണം, മസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ തലയിലേക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കാണിച്ച ഒരു കപ്പിൽ ഞാൻ അത്രയും ഉലുവയും ചെറുപയറും കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. ആ അരയ്ക്കണ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തൈരും അതേപോലെ തന്നെ ഒരു മുട്ടയും ചേർക്കാം. തൈര് ചേർക്കണത് സ്കാൽപ്പും നമ്മുടെ ഹെയറൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാനും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് കേട്ടോ. മുട്ട നമ്മുടെ മുടി പൊട്ടി പോകാണ്ടിരിക്കുക, മുടി സ്ട്രോങ് ആയിട്ട് വെക്കുക, അതിനൊക്കെ മുട്ട നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളും മസ്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, സ്മെല്ലിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ യെല്ലോ യോക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ എന്നാലും അത് ഇടുന്നതുകൊണ്ട് യാതൊരു വക പ്രശ്നമില്ല. പിന്നെ ഞാൻ ഈ പാക്ക് അരച്ചിട്ട് ഒന്ന് അരിക്കണുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാനും കുറച്ച് ഈസി ആയിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം അതാവുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ചണ്ടി പോർഷൻ വരുന്നതാണ് ഞാനിതിന് ഒഴിവാക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണേ.
ഇത്ര ആയിട്ടാ കൊഴിഞ്ഞു കൊഴിഞ്ഞ മുടിയുടെ അതായത് ഇത്രയും കുറച്ചപ്പോൾ പോകുന്നുള്ളൂ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ മുട്ടയാവുന്നു. അമ്മ അതിന് മുടി കൊഴിച്ചിലായിരുന്നു. നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതിപ്പോൾ ഹെയർ പാക്ക് എന്നല്ല, സ്കിൻ കെയർ എന്നല്ല, എന്താണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാണ്ട് നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. സോ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഈ പാത്രത്തിൽ കുറച്ചുണ്ട്. ഈ നെറ്റ് കയറുന്ന ഭാഗത്തേക്കൊക്കെ കുറച്ചിട്ട് കൊടുക്കാം.